എത്ര തന്നെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഈ ഒരു കഥ കേട്ടുന്നു. ഒരു കാലത്ത് തന്റെ ഗ്രാമത്തിലെ ഏറ്റവും നല്ല വില്ലാളിയാവാൻ സ്വപ്നം കണ്ടിരുന്ന അർജുൻ എന്നൊരു വ്യക്തി താമസിച്ചിരുന്നു. എല്ലാ ദിവസവും അവൻ അമ്പ് ചെയ്യുന്നത് പരിശീലിക്കുമായിരുന്നു. പക്ഷേ അവന്റെ ലക്ഷ്യം ഒരിക്കലും സ്ഥിരതയുള്ളതായിരുന്നില്ല. കാറ്റ്, ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ചിന്തകൾ എന്നിവയിൽ അവൻ ശ്രദ്ധ തിരിക്കുമായിരുന്നു. എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും സ്ഥിരമായി ബുൾസൈ അടിക്കാൻ കഴിയില്ലായിരുന്നു. ഒരു ദിവസം അവന്റെ മെന്റർ, അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് വില്ലാളി, അർജുന്റെ കഷ്ടപ്പാടുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. മെന്റർ ഒരു റെഡ് ഡോട്ടുള്ള വുഡൻ പീസ് സെൻട്രൽ വെച്ചുകൊണ്ട് ആ ഡോട്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് പറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കരുത്, നിന്റെ ശ്രദ്ധ ആ റെഡ് ഡോട്ടിൽ മാത്രമായിരിക്കും, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അമ്പ് ചെയ്യാൻ പറയുകയും ചെയ്തു. അർജുൻ തന്റെ മെന്ററുടെ വാക്കുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയും ശേഷം ഫോക്കസ് ആ റെഡ് ഡോട്ടിലേക്ക് മാത്രം കൊടുക്കുകയും അമ്പ് ചെയ്യുകയും ചെയ്തു. അറ്റ് ദാറ്റ് മൊമെന്റ് ബുൾസൈയിലേക്ക് നന്നായി അടിക്കാൻ കഴിഞ്ഞു. ഓരോ തവണയും അതേ ഫോക്കസോടുകൂടി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ബുൾസൈയിൽ തന്നെ അടിച്ചു. അപ്പോൾ അവന്റെ മെന്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്കാണ് വിജയം. ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്രമാത്രം ഫോക്കസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും സാധിക്കും. ലക്ഷ്യം തിരിച്ചുവിടാനായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു ഗോൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കണേ.